നമുക്കിവിടെ അനവധി സംഘടനകളുണ്ട്. നമ്മൾ നല്ല കാര്യം, അത് നല്ല കാര്യം. ഞാൻ ഒരിക്കലും അതിനെ തെറ്റായി കാണുന്നില്ല. ജാതികൾ ഒരു ശാപമായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ പലരും പറയുന്നു ഹിന്ദുത്വത്തിന്റെ ശാപം ജാതിയായിരുന്നെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഹിന്ദുത്വത്തിന് ജാതി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അമേരിക്കയിൽ പറ്റിയതുപോലെ, ആസ്ട്രേലിയയിൽ പറ്റിയതുപോലെ, ആഫ്രിക്കയിൽ പറ്റിയതുപോലെ ഒരു കംപ്ലീറ്റ് തുടച്ചു നീക്കൽ പറ്റാതിരുന്നത്. അവിടെ നമ്മൾ ഓരോരുത്തരും ജാതികൾക്കുള്ളിൽ സംഘടിതരായിരുന്നു. അതുവരെ ഓക്കെ. പക്ഷേ ഉത്കൃഷ്ടതാ ബോധോ അപകർഷതാ ബോധോ രണ്ടും കാണുന്നതാണ്. ഞാൻ കേമനാന്നുള്ള ഭാവമുണ്ട്, ഞാൻ കൊല്ലരുതാത്തോനാന്നുള്ള ഭാവമുണ്ട്. അതൊക്കെ കളയേണ്ട കാലം എന്നേ കഴിഞ്ഞു. ഇന്നലെ ചെയ്ത തെറ്റുകൾ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തേണ്ട. തെറ്റ് ചെയ്യാത്തവരായി നമ്മളിൽ ആരുമില്ല. ആരാ തെറ്റ് ചെയ്യാത്തത്? നമ്പൂതിരി തന്നെ താഴ്ന്നവരൊക്കെ മാറ്റി നിർത്തി, നായർ നമ്പൂരിയെ തൊഴുതു, ബാക്കിയുള്ളവരൊക്കെ മാറ്റി നിർത്തി, ഈഴവൻ നായരി നമ്പൂരി തൊഴുതു, അതിന്റെ ശേഷമുള്ളവരൊക്കെ മാറ്റി നിർത്തി. ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ പരസ്പരം മാറ്റി നിർത്തി. ഇനി അതിന്റെ താഴെ ആരുമില്ലെങ്കിൽ ഞാൻ അവനെയും തൊഴില്ല, അവൻ എന്നെയും തൊഴില്ല എന്ന് പറഞ്ഞ് പരസ്പരം മാറ്റി നിർത്തി. എല്ലാവരും സമാധാനിച്ചു. ഈ തെറ്റ് ചെയ്യാത്തവരായി സമാജത്തിൽ ആരും. പിന്നെ ആരാരെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്? അതുകൊണ്ട് അതൊരു അബദ്ധം മാത്രമായിരുന്നു, അറിവില്ലാതെ ചെയ്ത അബദ്ധം മാത്രമായിരുന്നു. അതിന്റെ പേരിൽ പല തുരുത്തുകളിലാകണ്ട. പക്ഷെ നമുക്ക് പേരിൽ സംഘടിക്കാം, എല്ലാം ഒന്നായി മാറാൻ വേണ്ടിയിട്ട്. നമ്മുടെ നവോത്ഥാന നായകന്മാർ ആഗ്രഹിച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ജാതി മതം, ഒരു ജാതി ദൈവം എന്നല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹം ഉദ്ദേശിച്ചതിന്റെ പിന്നെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ജാതിയിലേക്കും മതത്തിലേക്കും അല്ല അദ്ദേഹം പ്രചരിപ്പിച്ചത്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആഗമാനന്ദ സ്വാമികളുടെ അനുഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ജീവിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ മരണശേഷം ആദ്യത്തെ കാലഘട്ടത്തിൽ മരിച്ച സമയത്ത് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങില് സ്വാഗത പ്രഭാഷകൻ അങ്ങനെ കത്തിക്കേറിയിട്ട് ശ്രീനാരായണ ഗുരുദേവൻ മതേതരനാണ്, ജാതിയില്ല, മതമില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കത്തിക്കേറിയാണ്. അപ്പൊ ആഗമാനന്ദ സ്വാമി ഒരു ഉദാഹരണം കൊണ്ട് നേരിട്ടു വന്നു. ആഗമാനന്ദ സ്വാമി പറഞ്ഞ ഉദാഹരണം എന്നൊക്കെ അമ്മമാർക്ക് വേഗം മനസ്സിലാവും, അമേരിക്കൻ അമ്മമാർക്ക് മനസ്സിലാവും കേരളീയ സാഹചര്യത്തിൽ. കാരണം ഞങ്ങളെ ഇറക്കണ വലിയ പ്രശ്നം അടുത്ത പ്രസിഡന്റ് ബരാക് ഒബാമയെ ആയിരിക്കുമോ എന്നുള്ളതാണ്. സുഡാൻ വിഭജിച്ചത് ലോകത്തിന് വല്ല ഭീഷണിയാണ്. ഇതൊന്നുമല്ല ഞങ്ങളെ ഇറക്കുന്നത്. നാളെ എന്താ കരി വെക്കുക എന്നുള്ളത്. ഇതിനേക്കാൾ വലിയൊരു വിഷയമൊന്നുമില്ല. അതന്നെ ആഗമാനന്ദ സ്വാമി അല്ലെങ്കിൽ എന്ത് കിട്ടണ കഷ്ടം ഒന്നാ ഇത് നീളത്തിൽ അടിച്ചിട്ട് വട്ടത്തിൽ അടിച്ചിട്ട് നെതി കെട്ടിയിരിക്കുക, എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാണ്ട്. അപ്പോൾ പലപ്പോഴും ഭർത്താവിനോട് ഒന്ന് ചോദിക്കും രാവിലെ നേരെയുള്ള നേരത്തന്മാർ എന്നെന്താ കൂട്ടാൻ വെക്കേണ്ടത്. അപ്പോൾ ഭർത്താവ് പത്രത്തിലാവും, അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. നമ്മളെന്നെ പറയും സാമ്പാറാവല്ലേ. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെന്നെ പറയുമോ സാമ്പാർ എന്നാൾ എത്തി പിള്ളേരെ കുട്ടിയിലെ ഇത് ശരിയാവുന്നു. ഇതിന് ഭർത്താവിൻ്റെ ഉത്തരവില്ല. എരിശ്ശേരി ഒരു പുളിയില്ലാണ്ട് എങ്ങനെയാ നമുക്ക് പുളിശ്ശേരി ആവാൻ. ഇങ്ങനെ പോയപ്പോൾ ഗതി കെട്ടപ്പോൾ ഭർത്താവ് എന്ത് പറഞ്ഞു? കറി എന്തായാലും കൊള്ളാം, സാറ് ഉണ്ടായാൽ മതി പറഞ്ഞു. കറി എന്തായാലും കൊള്ളാം. ഉത്തരം കിട്ടിയ ഭാവത്തിന് ഭാര്യ ഒഴിഞ്ഞു. ഉച്ചയ്ക്ക് ഭർത്താവ് ഉണ്ടാവുന്നിരുന്നു, ഭാര്യ ചോറ കൊണ്ടു. കറി ഒന്നും വരുന്നതാണ്. ഭാര്യ ഇങ്ങനെ ഭർത്താവ് എവിടെ കറിയോ? അപ്പൊ നിങ്ങളെന്താ രാവിലെ പറഞ്ഞു? ഞാനെന്താ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞില്ലേ കറി എന്തായാലും കൊള്ളാം, സാധനം ഉണ്ടായാലും മതി. അതിന് നീ എന്തിനാ കറി വെക്കാതിരുന്നത്? പിന്നെ ഞാൻ ഇന്നാളി കേട്ടല്ലോ ശ്രീനാരായണ ഗുരുദേവൻ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മതമേ വേണ്ടാമെന്ന്. അപ്പൊ കറി എന്തായാലും കൊള്ളാം, സാധനം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കറിയേ വേണ്ട. ഈ അമ്മയൊക്കെ നേരിട്ടിട്ടുണ്ട്. ഗുരുദേവൻ ഒരു ഇത്തരത്തിലുള്ള വിശാല വീക്ഷണം വരുന്നത് സ്വന്തം ഉള്ളിലുള്ള ഹൈന്ദവ ധർമ്മത്തിന്റെ സനാതന ധർമ്മത്തിന്റെ വിശ്വാസം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ മുഴുവൻ പരീക്ഷിച്ചാൽ നമുക്കറിയാം. അദ്ദേഹത്തെ നമ്മൾ അറിയുന്നത് ദൈവദശകം എന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ശരിക്കും അദ്ദേഹത്തിന്റെ രൂപം വരും. ആ പ്രാർത്ഥന ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ അവിടെ മഠത്തിൽ താമസിച്ച് പഠിക്കുന്ന പുലയ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതി കൊടുത്ത ആ പ്രാർത്ഥന ആ പുലയ കുട്ടികൾ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ തന്നെ വേദിയിലിരുന്ന് മറ്റുള്ളവരോട് പറഞ്ഞത്രേ, തേച്ച് കഴുകിയാൽ ഏത് നന്നാവൂല്ലേ, തേച്ച് കഴുകിയാൽ ഏത് നന്നാവൂല്ലേ, തേച്ച് കഴുകാൻ ഒരാഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒന്നും വേറെ എന്നല്ല, എല്ലാം ഒന്നും. നായന്മാരെ സമ്മേളനത്തെ ഒരുമിപ്പിക്കാൻ തന്റെ ആയുസ് മുഴുവൻ ഹോമിച്ച മന്നത്തപ്പുറത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു. പക്ഷെ ഒരിക്കലും നായരാക്കി മാറ്റി നിർത്താനില്ല. ഒരു മതിൽ കെട്ടണമെങ്കിൽ ഓരോ കല്ലും ചെത്തണം. കല്ല് ചെത്തിയിട്ട് മാറ്റിയിട്ട് ആ കല്ലിന് ഉറപ്പില്ല. പണിക്കാരോട് ചോദിച്ചാലറിയാം. കല്ല് ചെത്തിയ ഉടനെ അത് മതില് പഠിക്കണം, അല്ലെങ്കിൽ ആ കല്ല് ഒന്നിനും പറ്റില്ല. അങ്ങനെ ചെത്തിയില്ല മതില് പഠിക്കാൻ വേണ്ടി. നായർ ലോകം തുടങ്ങി നായരിൽ അവസാനിക്കണമെന്ന കാഴ്ചപ്പാടല്ല, നായരെ ഹിന്ദുവാക്കി മാറ്റണം എന്ന വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയാണ് അത് ചെയ്തത്. നായന്മാർക്ക് ഒരു ക്ഷേത്രത്തിൽ കടക്കാൻ പ്രയാസമില്ലാത്ത കാലത്തും വൈക്കൽ ക്ഷേത്ര നിരത്തുകളിലൂടെ അവർണർക്ക് കടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സവർണ ജാഥ നയിക്കുമ്പോൾ ഹിന്ദു എന്ന വികാരമല്ലാതെ മറ്റെന്ത് വികാരം അമലത്തിന് നയിച്ചിരുന്നത്? ചിന്തിച്ചു നോക്ക്. വിവേകാനന്ദ സ്മാരകം
കന്യാകുമാരിയെ കന്യകാമേരിയാക്കാനും ആ പാറയിലെ കുരിശു നാട്ടാനും തയ്യാറായപ്പോൾ അതിനെ പിഴുതു കളഞ്ഞവിടെ വിവേകാനന്ദ സ്മാരകം ഉയർത്താൻ അതിന്റെ സമിതിയുടെ ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്ത മന്നത്തിന്റെ മനസ്സിൽ ഹിന്ദു എന്ന വികാരമല്ലാതെ മറ്റെന്ത് വികാരം ഉണ്ടായിരുന്നത്? അധസ്ഥിതരെ മറ്റുള്ളവർക്കൊപ്പം എത്തിക്കാൻ തന്റെ ആയുസ് മുഴുവൻ ഹോമിച്ച മഹാത്മാ അയ്യങ്കാളി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നൊരേത് അദ്ദേഹത്തെയും മതം മാറ്റാൻ ആളുകൾ ഇങ്ങനെ പുറകെ നടന്നിരുന്നു. അപ്പൊ ഒരു ദിവസം അദ്ദേഹം പൊന്നു തമ്പുരാന്റെ മുന്നിൽ വന്ന് തിരുവിതാംകൂർ മഹാരാജാവിന്റെ മുന്നിൽ വന്നിട്ട് ചിത്തിരതിരുനാൾ മഹാരാജാവിന്റെ മുന്നിൽ വന്ന് രണ്ട് കയ്യും തലയ്ക്ക് മുകളിൽ കൂപ്പിക്കൊണ്ട് പറഞ്ഞത്രേ, തമ്പുരാനെ, അടിയന്റെ സമുദായങ്ങളിൽ ഈ മതം മാറ്റക്കാരുടെ കയ്യിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരണം. മതം മാറ്റം നിയമമൂലം നിരോധിക്കണം. മതം മാറി സ്വന്തം അയിത്തത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനല്ല അയ്യങ്കാളി ശ്രമിച്ചത്. ഈ മതം മാറ്റക്കാരിൽ നിന്ന് അടിയന്റെ സമുദായത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ അയ്യങ്കാളിയുടെ മനസ്സിൽ ഹിന്ദു എന്ന ചിന്തയുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അധികൃതരെ സമ്മേളിപ്പിക്കുന്നത്, ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി. ആ ചിന്ത മറന്നുകൊണ്ടുള്ള പ്രവർത്തനം നമ്മൾ നടത്തിയാൽ നമ്മൾ അവഹേളിക്കുന്നത്, നമ്മൾ ആരെയാണോ ആദരിക്കുന്നത്, ആരാധിക്കുന്നത്, അവരെ ആയിരിക്കും നമ്മൾ അവഹേളിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രവർത്തിക്കാം. നായരുടെ നന്മയ്ക്ക് വേണ്ടി, ഇടവന്റെ നന്മയ്ക്ക് വേണ്ടി, നമ്പൂതിരിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, പാണന്റെ നന്മയ്ക്ക് വേണ്ടി തീർച്ചയായും ഓരോ സംഘടനകളും പ്രവർത്തിക്കണം. ആകാവുന്നതൊക്കെ ചെയ്യണം. ഓരോ വർഷവും ഒരു കണക്കെടുപ്പ് നടക്കണം. നമ്മുടെ സമുദായ സംഘടനാ പ്രവർത്തനം കൊണ്ട് എത്ര വ്യക്തികൾക്ക് ഗുണമുണ്ടായി, എത്ര പരിപാടികൾ നടത്തിയെന്നുള്ളതല്ല, എത്ര വ്യക്തികൾക്ക് ഗുണമുണ്ടായി, എത്ര പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റി, എത്ര പരിപാടികൾ നടത്തിയത് ചോദ്യമാകുന്നു. അങ്ങനെ ഓരോ സംഘടനയും കണക്കെടുക്കുക. മാസത്തിലൊരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ സംഘടനകളും ഒരുപാട് ആധുനിക സാങ്കേതിക വിദ്യയുടെ മികവൊക്കെ ഉണ്ട്. മാസത്തിലൊരിക്കൽ എല്ലാ സംഘടനകളുടെയും നേതാക്കൾ ഒരു കോൺഫറൻസ് കോളിലൂടെയെങ്കിലും സ്വന്തം പ്രവർത്തനങ്ങളൊന്നായി പറയുക. ഞങ്ങൾ ഇന്നത് ചെയ്തു, നമുക്ക് ഇന്നത് ചെയ്തു പോകും. ഒരു മാനസികമായ ഐക്യമായ സംഘടന വേണ്ട എന്നില്ല. നമുക്ക് എല്ലാ സംഘടനയും വേണം. സജീവമായി മുന്നോട്ട് പോട്ടെ. സംഘടന കൊണ്ട് ശക്തരാകാം, സംഘടന കൊണ്ട് തളരരുത്. സംഘടന കൊണ്ട് തളർന്നാൽ സംഗതി ആപത്താണ്. സംഘടന കൊണ്ട് ശക്തരാകും. വ്യക്തിപരമായി നേരത്തെ ശ്രീമാർജി പറഞ്ഞ പോലെ ഞങ്ങൾ പലരും പറയുന്ന പോലെ നെഗറ്റീവുകളെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാനുള്ള സംഘടന കൊണ്ട് ശക്തരാകാൻ നമുക്ക് എന്ത് മെച്ചം ഉണ്ടായി ഇതിനെപ്പറ്റി ചിന്തിക്കാം. കാരണം നമ്മൾ ഐസിയുലാണ്. അതുകൊണ്ട് ഓരോ ചലനവും നിർണായകമാണ്. ടെമ്പറേച്ചർ നോക്കിക്കൊണ്ടിരിക്കണം, BP നോക്കിക്കൊണ്ടിരിക്കണം, ഷുഗർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആരോഗ്യമുള്ള മനുഷ്യനല്ല, നമ്മൾ ഐസിയുലാണ്. അതുകൊണ്ട് നമ്മുടെ നേട്ടങ്ങളെ മാത്രം പ്രൊജക്ട് ചെയ്യുന്നു. മാസത്തിലൊരിക്കൽ ഒരു കോൺഫറൻസ് കോളിലൂടെ എങ്കിലും ഇവിടുത്തെ എല്ലാ സമുദായ സംഘടനകളും ഒന്ന് ഒരുമിക്കുന്നു. വർഷത്തിൽ 1-2 പരിപാടികളെങ്കിലും എല്ലാ സംഘടനകളും കൂടി യോജിച്ച് നടത്തുക. എല്ലാ സംഘടനകളും കൂടി യോജിപ്പിക്കുക. അങ്ങനെ ഹിന്ദുവിന്റെ വികാരം ഉണ്ടാവട്ടെ. അങ്ങനെ നമുക്ക് മതേതരത്വത്തിലേക്ക് എത്താം. നമ്മളൊക്കെ മതേതരത്വ വിശ്വാസികളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനും മതേതരത്വ വിശ്വാസിയാണ്. പക്ഷേ ആദ്യം തന്നെ മതേതരത്വത്തിലേക്ക് ചാടാൻ പറ്റില്ല. ആദ്യം എന്റെ ജാതി ആയിക്കോട്ടെ, പിന്നെ എന്റെ മതം ആയിക്കോട്ടെ, പിന്നെ ഞാനാണ് മതേതരത്വം. അതല്ലാതെ ഒരിക്കലും പോകാൻ കഴിയില്ല. ജാതിന്ന് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് മതേതരത്വത്തിലേക്ക് ചാടാൻ പുറപ്പെട്ട നടും തന്നെ നമ്മളൊക്കെ താഴെ വീഴും. അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റെപ്പ് കാണാതെ പോകരുത്. മതം എന്ന ആ സ്റ്റെപ്പിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. സമയം ഒരുപാടായി. അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, ഒരിക്കൽ ഒരു സ്ഥലത്ത് സർവൈശ്വര്യ പൂജ നടക്കണം. ഇപ്പോൾ കേരളത്തിൽ പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. അപ്പോൾ അർച്ചനയൊക്കെ കഴിഞ്ഞപ്പോൾ ആചാര്യൻ പറഞ്ഞു, ഇനി ഞാൻ ചില മന്ത്രങ്ങൾ ചെല്ലാം, അതൊന്ന് നിങ്ങൾ ഏറ്റു ചെല്ലണം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്നു. ആചാര്യൻ ചൊല്ലി, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഒരമ്മയ്ക്ക് പരിഭ്രമായി. എവിടെ നടന്നെന്ന് ചോദിക്കരുത് കേട്ടോ. കാരണം ഈ അമ്മയ്ക്ക് സംസ്കൃതമില്ല. ഈ മന്ത്രങ്ങൾക്കൊക്കെ അസാമാന്യമായ ഫലസിദ്ധി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ദൈവമേ, എന്തെങ്കിലും ഇതിന്റെ അർത്ഥം വല്ല കൊമ്പ് കൊടുക്കണമെന്നോ വാലുണ്ടാവണമെന്നോ എന്തെങ്കിലും ആണെങ്കിൽ എന്തിനാ ഈ ദൈവത്തിനോട് വേണ്ടാത്തത് ചോദിക്കണം. അപ്പൊ അമ്മ ഇടയിലൊരു കുട്ടിയെ വിളിച്ചിട്ടുണ്ട്. നിനക്ക് സംസ്കൃതം ചോദിച്ചു. ഏറ്റവും കുറ്റം അറിയാതിച്ചു. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചു. അയ്യോ, എനിക്ക് ഒരു പ്രശ്നമില്ല, സമസ്ത ലോകങ്ങളിലെല്ലാവർക്കും സുഖം വരട്ടെ, എനിക്ക് ധൈര്യം എഴുതിയിരിക്കും. അങ്ങനെയാ, എന്നാ ശരി, ചെല്ലിക്കളയാം അല്ലേ. എന്റെ നാത്തൂനും മക്കളും ഒഴിച്ച് ലോകാ സമസ്ത. കാരണം നാത്തൂനും മക്കളും ജീവിതമൊന്നും ഞാൻ കപ്പാലും മക്കില്ല, അവർക്കുള്ളത് ദൈവം കൊടുക്കാതിരിക്കില്ല. അപ്പൊ അവരെ ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ നന്നായിക്കോട്ടെ. അങ്ങനെ സങ്കുചിതമാകണ്ട. കുടുംബാംഗങ്ങളുടെ മനസ്സിലൊരു പക നമ്മളിൽ ഉണ്ടായാൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല, നമുക്കൊരു സുഖം വരില്ല. സ്വന്തം ജാതിക്കാരെ തമ്മിൽ പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഓർക്കുക, അവനെങ്ങനെയാ, ഇവനെങ്ങനെയാ, മറ്റവനെങ്ങനെയാ, അയാൾക്ക് അധികാരമോഹ, ഇയാളിങ്ങനെയാ, മറ്റതെങ്ങനെയാ, ഇന്നയാൾ ഒഴിച്ച് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്. എന്റെ ജാതി മാത്രം, മറ്റതൊക്കെ പോട്ടെ, അവന്മാരൊന്നും കൊള്ളില്ല, അങ്ങനെ ഇങ്ങനെ. അവിടെയല്ലേ മറ്റു ജാതി ഒഴിച്ച് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ഒരു ദയനീയമായ സ്ഥിതിയിൽ നിന്ന് KH ഹിന്ദു ഐക്യവേദിക്കും കേരളത്തിലെ ഹൈന്ദവ ഓരോ 2 വർഷത്തിൽ KH സമ്മേളനം
പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും എത്ര സംഘടനകളെ കൂടുതൽ ഇതിലേക്ക് എത്തിച്ചു എന്നതിൻ്റെ ഒരു കണക്കെടുപ്പ് കൂടി നിങ്ങൾക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പ്രവർത്തനങ്ങളും സഹകരണങ്ങളും കേരള ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. നാം സംഘശക്തിയാൽ ഉയർത്തും ഹിന്ദുഭൂമിയെ നിശ്ചയമായി നാട്ടും കാവി വൈജയന്തിയെ നാം സംഘശക്തിയാൽ ഉയർത്തും ഹിന്ദുഭൂമിയെ നിശ്ചയമായി നാട്ടും കാവി വൈജയന്തിയെ